ഏഷ്യ കപ്പിന്റെ നോക്കൌട്ടിലേക്ക് ടീം ഇന്ത്യ ഗ്രൂപ്പ് 1 നിന്നും യോഗ്യത നേടിയിരുന്നു. പാകിസ്ഥാനെ മറികടന്നുകൊണ്ട് സൂപ്പർ 4-ലെത്തുന്ന ആദ്യ ടീമായിട്ടാണ് ടീം ഇന്ത്യ മാറിയിരിക്കുന്നത്. എന്നാൽ ഈ വർഷത്തെ ഏഷ്യ കപ്പിൽ മലയാളി ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് സഞ്ജു സാംസന്റെ സാന്നിധ്യം തന്നെയാണ് കൂടുതൽ ആവേശം നൽകിയ ഒരു കാഴ്ചയായി മാറിയത്. സാധാരണ ടീമിൽ ഇടം ലഭിച്ചാലും പ്ലേയിങ് ലെവലിൽ നിന്ന് പുറത്തായിരുന്നു സഞ്ജു സാംസന്റെ സ്ഥാനം. എന്നാൽ പതിവിൽ നിന്ന് വിപരീതമായി ടീം ഇന്ത്യയുടെ പ്രധാന വിക്കറ്റ് കീപ്പർ റോളിലാണ് സഞ്ജു ഇപ്പോൾ കളിക്കുന്നത്. തന്റെ തനത് ഓപ്പണിംഗ് പൊസിഷൻ അദ്ദേഹത്തിന് ലഭിച്ചില്ല എങ്കിലും വിക്കറ്റ് കീപ്പിംഗിൽ ലഭിച്ച അവസരത്തിൽ മികച്ച പ്രകടനങ്ങൾ തന്നെയാണ് അദ്ദേഹം പുറത്തെടുക്കുന്നത്. എന്നാൽ സഞ്ജുവിനെ പ്ലേയിങ് ലെവലിൽ നിന്നും ഒഴിവാക്കാനുള്ള നീക്കങ്ങൾ തന്നെയായിരുന്നു നടന്നിരുന്നത് എന്നും കോച്ച് ഗൗതം ഗംഭീറും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവുമാണ് സഞ്ജുവിനെ പിന്തുണയുമായി അദ്ദേഹം പ്രധാന വിക്കറ്റ് കീപ്പർ റോളിലേക്ക് എത്തിയത് എന്നുമാണ് ഇന്ന് PTIയെ ഉദ്ധരിച്ചുകൊണ്ട് ഇൻസൈഡ് സ്പോർട്സ് നൽകിയിട്ടുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഫിനിഷർ റോളിൽ ജിതേഷ് ശർമ്മയായിരുന്നു ടീം ഇന്ത്യ പ്ലേയിങ് ലെവലിലേക്ക് പരിഗണിച്ചിരുന്നത്. വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് എത്തിയതോടുകൂടി സഞ്ജുവിനെ പ്ലേയിങ് ലെവലിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഒരു നീക്കമായിരുന്നു ആദ്യം ടീം മാനേജ്മെന്റ് പദ്ധതിയിട്ടിരുന്നത്. ഇതിന്റെ കൃത്യമായ ഒരു സൂചന ടീം സെലക്ഷന്റെ സമയത്ത് അജിത് അഗാൽക്കർ നൽകിയിരുന്നു. ഗില്ലിന്റെയും ജയ്സ്വാളിന്റെയും അഭാവത്തിൽ മാത്രമാണ് സഞ്ജു ഓപ്പണിംഗിലേക്ക് കളിച്ചിരുന്നത് എന്നും അവർ തിരിച്ചെത്തുമ്പോൾ ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് തീർച്ചയായിട്ടും ഈ താരങ്ങളെ തന്നെയായിരിക്കും പരിഗണിക്കുക എന്നുള്ള ഒരു സൂചന ഏഷ്യ കപ്പിനുള്ള ടീം സെലക്ഷന്റെ ടൈമിൽ തന്നെ അജിത് അഗാൽക്കർ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ പ്ലേയിങ് ലെവലിലേക്ക് അവസരം തെളിയുമെന്നുള്ള സാധ്യതകൾ വളരെ വിരളമായി തന്നെയായിരുന്നു കണ്ടിരുന്നത്. എന്നാൽ KCL ഉൾപ്പെടെ തകർപ്പൻ പ്രകടനങ്ങളുമായി സഞ്ജു കളം നിറഞ്ഞപ്പോൾ കോച്ച് ഗൗതം ഗംഭീറും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവുമാണ് സഞ്ജുവിനെ പിന്തുണയുമായി എത്തിയത്. വിക്കറ്റ് കീപ്പർ റോളിൽ പോലും അദ്ദേഹത്തിന് സാധ്യതയില്ലാതിരുന്ന സാഹചര്യത്തിൽ ഇരുവരുടെയും ഇടപെടൽ കൊണ്ട് മാത്രമാണ് ടീം മാനേജ്മെന്റ് സഞ്ജുവിനെ വിക്കറ്റ് കീപ്പർ റോളിലേക്ക് പരിഗണിച്ചതെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. കഴിഞ്ഞ 2 മത്സരങ്ങളിലും സഞ്ജുവിന് ബാറ്റിംഗിന് അവസരം ലഭിച്ചിരുന്നില്ല. സമാന രീതിയിൽ തന്നെ അടുത്ത മത്സരം ടീം ഇന്ത്യക്ക് ഒമാനെതിരെയാണ്. ആ മത്സരത്തിലും അദ്ദേഹത്തിന് ബാറ്റിംഗിനുള്ള അവസരങ്ങൾ വിരളമായി തന്നെയാണ് കാണുന്നത്. എന്നാൽ ലഭിച്ച വിക്കറ്റ് കീപ്പർ റോളിൽ സഞ്ജു മികച്ച പ്രകടനങ്ങൾ തന്നെയാണ് കാഴ്ചവെക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.